ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഈസിയായ കാരമൽ കസ്റ്റർഡ് പുഡിംഗ് ആണ് തയ്യാറാക്കുന്നത്. വളരെ ഈസിയും പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റുന്ന ഒരു സൂപ്പർ പുഡിംഗ് ആണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇനി നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. നമുക്കിനി ഒരു കാരമൽ കസ്റ്റേർഡ് പുഡിംഗ് ഉണ്ടാക്കാം. അതിന് വേണ്ടി ഒരു 1/2 കപ്പ് പഞ്ചസാര നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് കാരമലൈസ് എടുക്കാം. കാരമലൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കാരമലൈസ് ചെയ്തെടുക്കാൻ പാടില്ല. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നിങ്ങൾ കാരമലൈസ് എടുക്കേണ്ടത്. ഷുഗർ കാരമലൈസ് ആയി വരുന്നുണ്ട്. നമുക്കിതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കണ്ടില്ലേ? അപ്പം നമ്മുടെ കാരമൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, എന്തിലാണ് നമ്മൾ സെർവ് ചെയ്യുന്നത് പുഡിങ്, അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ ഒരു കാരമൽ ഇട്ട് കൊടുക്കാം. ഞാൻ ഇതേപോലത്തെ ഒരു ഗ്ലാസ്സിലാണ് നമ്മൾ കാരമൽ കസ്റ്റർഡ് പുഡിങ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യുക, നമ്മൾ ഈ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കാരമൽ ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് കുറച്ചായി പകുതിയോളം ഓരോ ടേബിൾ സ്പൂൺ വീതം, ഓരോ ടീസ്പൂൺ വീതം നമുക്കിതിലേക്ക് ലാസ്റ്റ് ലെയറിലാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ ഗ്ലാസ്സിലുള്ള നമ്മൾ കാരമൽ എന്ത് ചെയ്യുക, കുറച്ചൊന്ന് ഇങ്ങനെ ഒന്ന് ചെരിച്ചു കൊടുക്കാം. ഞാൻ ഗ്ലാസ്സിൽ ഇതേപോലെ കാരമൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. അങ്ങനെ ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. 2 കപ്പ് പാല് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നിങ്ങൾ മധുരം അനുസരിച്ച് നിങ്ങൾക്ക് പഞ്ചസാര കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇങ്ങനെ പാലിലെ പഞ്ചസാര എല്ലാം നല്ലതുപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ പാല് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് ഒരു ലോ ഫ്ലെയിം ആക്കി കൊടുക്കാം. എൻ്റെ ഇതിലേക്ക് നമുക്കൊരു കാര്യം കൂടി ആഡ് ചെയ്യാനുണ്ട്. ഞാനൊരു പാത്രത്തിലേക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു പച്ചപ്പാലിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ഇട്ടിട്ട് നമുക്കൊന്ന് കലക്കിയെടുക്കണം. ഞാനൊരു 3 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ഇട്ടിട്ട് നല്ലതുപോലെ കലക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് കുറേശ്ശെയായി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കലക്കിയെടുക്കാം. ഈ കസ്റ്റേർഡ് പാലിലേക്ക് ഒഴിക്കുന്ന സമയത്ത് കട്ടയായിട്ട് വരും, നല്ലോണം കട്ടിയായി വരും. ഞാൻ ഈ ഒരു പുഡിങ്ങിലേക്ക് ചൈന ഗ്രാസോ അതേപോലെ മിൽക്കി മേഡോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. ചൂടാകുന്നതനുസരിച്ചിട്ട് നമ്മുടെ പാലിൻ്റെ ഈ ഒരു മിക്സ് ക്രീമി ആയി വരും. ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് ക്രീമിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അങ്ങനെ ഞാൻ കാരമലൈസ് സെറ്റ് ചെയ്ത് വെച്ച് നമ്മൾ ഗ്ലാസ് ഉണ്ടാവും, അതിലേക്ക് നമ്മുടെ പാലിൻ്റെ മിക്സ് നമുക്ക് തരും. അങ്ങനെ ഞാൻ ഇതിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കിത് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഏതായാലും ഇട്ട് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഞാനിതൊരു ബദാം ക്രഷ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്.
അങ്ങനെ നമ്മുടെ പുഡിംഗ് ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതിനെ ഒരു 4 മണിക്കൂർ ഫ്രീസറിലൊന്ന് ഫ്രീസ് ചെയ്തെടുക്കണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്ത പുതിയ റെസിപ്പിയുടെ വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.